നമസ്കാരം. ചിലതൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് പിടഞ്ഞു പോവും. ഒപ്പം ദേഷ്യം വരട്ടെ. ദേഷ്യം വരാത്തവരുണ്ടെങ്കിൽ അത് മനസ്സാക്ഷി ഇല്ലാത്തവരായിരിക്കും. ഒരു നാടിനെ നടുക്കിയ കൊലപാതകം അതെത്ര ക്രൂരമാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് കൊട്ടേഷൻ സംഘങ്ങളും ക്രിമിനലുകളും ഒക്കെയാണ്. പക്ഷേ സ്വന്തം കൊച്ചുമകൾ മുത്തച്ഛനെ വകവരുത്താൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തൻ്റെ കാമുകന്മാർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു ഇൻസ്റ്റഗ്രാം വഴി. എന്നിട്ട് ബാത്റൂമിന്റെ മേൽക്കൂര ഇളക്കി അതിലേക്ക് ഇറങ്ങാൻ പറയുന്നു. എന്നിട്ട് ആ 67 വയസ്സുള്ള ആ വയോധികനെ എന്തിനു വേണ്ടിയിട്ടാണ് കൊച്ചുമകൾ താമസിച്ച് വീട്ടിൽ വരുന്നതിനെ വിലക്കിയതിന്റെ പേരിൽ മാത്രമല്ല കേട്ടോ, ഒരു മോഷണം കൂടെ ഉണ്ട് അതിന്റെ പിന്നിൽ. കാരണം കാമുകന് ബൈക്ക് വേണം ചുറ്റിക്കറങ്ങാനേ ഇവളെയും കൊണ്ടിട്ട്, അവക്ക് ഐഫോണും വേണം. അവസാനം ആ ബാത്റൂമിന്റെ മേൽക്കൂര ഇളക്കി അകത്തിറങ്ങിയതിന് ശേഷം ആ പ്രതികള് ആ മുത്തച്ഛൻ 67 വയസ്സുള്ള വയോധികനായ ആ മനുഷ്യന്റെ കാലും കൈയും ബന്ധിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രംഗം വീഡിയോ കോളിലൂടെ കണ്ട് രസിക്കുന്ന കൊച്ചുമകൾ. സത്യം പറഞ്ഞാൽ ഇവള് 13 വയസ്സ്, മൈനർ അല്ല അവള്. വേറെന്തെങ്കിലും ഭാഷയിൽ ഇവക്കെതിരെ സംസാരിക്കണം. ഈ നിയമസംഹിതയാണ് മാറേണ്ടത്. കാരണം ഇവർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷ കുട്ടികൾക്ക് കൊടുക്കുന്നതാവരുത്. ഇവരെ എങ്ങനെയാണ് കുട്ടികളുടെ ലിസ്റ്റിൽ പെടുത്താൻ കഴിയുന്നത്? ഇവർക്കൊക്കെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും ഒരു ചുക്കുമില്ലാന്ന് വിശ്വസിച്ചു പോവും. അല്ല, പല കേസുകളും അങ്ങനെയാണ്. ഇവളൊക്കെ വളർന്നു വന്നാൽ, ഈ 13 വയസ്സുള്ളവൾ വളർന്നു വന്നാൽ ഏത് രീതിയിലായിത്തീരും? ഒരുപക്ഷെ ജോളിയെ പോലും കടത്തി വെട്ടിക്കളയും. പലരെയും വളരെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തിയ സൈനൈഡ് ജോളി, അവള് ഈ അടുത്ത സമയത്ത് എക്സാം എഴുതാൻ വന്നൊരു വരവുണ്ട്. അവൾ എക്സാം എഴുതാൻ വരുമ്പോൾ സിനിമാ നടിയെയും സീരിയൽ നടികളെയൊക്കെ തോറ്റുപോകുന്ന രീതിയിൽ സൗന്ദര്യവതിയായി ഒരുക്കി കൊണ്ടുവരികയാണ്. ഇനി എന്ത് രസമാണ് കൊണ്ടുവന്നത്! ഫുൾ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്കിയാൽ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാർ എന്ന് പറഞ്ഞാൽ എത്ര പേരെ നിങ്ങൾക്ക് കിട്ടും? അതേസമയം ഒരു കുറ്റവാളിക്ക് കിട്ടുന്ന പോലീസ് പ്രൊട്ടക്ഷൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കിട്ടുന്നതിലൊക്കെ ഒരുപാട് കൂടുതലാണ്. തീർന്നില്ല മക്കളുമാരുടെ ക്രൂരതകൾ, തീർന്നില്ല. ഇടുക്കിയിൽ 18 മാസക്കാലം ഒരു പൊന്നുപോലെ വളർത്തിയ ഒരു പിതാവിനെ ജയിലിലാക്കി മകളുടെ അനാവശ്യമായ ഫോണിലൂടെ സംസാരങ്ങളും വരവും ഒക്കെ അവൾക്കൊരു പ്രേമമുണ്ടായിരുന്നു. അപ്പൊ ഈ മകളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്തപ്പോൾ കാമുകനെ അറസ്റ്റ് ചെയ്യുന്നു, കാമുകനെ ജയിലിലാക്കുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ പൊന്നുപോലെ വളർത്തിയ മകൾ അവൾ ചെന്നിട്ട് കാമുകന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് പീഡിപ്പിച്ചത് അച്ഛനാണെന്ന് പറയാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് ആ കോടതി ചെന്നിട്ട് പറഞ്ഞു പീഡിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് എന്ന്. ഒരു പിതാവ് എങ്ങനെയാ സഹിക്കുക? താൻ പൊന്നുപോലെ വളർത്തുന്ന ഒരു പിതാവിന് എങ്ങനെ അത് സഹിക്കാൻ കഴിയും? അവസാനം കോടതി വിധിച്ചു എന്ത്? പിതാവാണ് പ്രതിയെന്ന്. കാമുകനെ വെറുതെ വിട്ടു. പിതാവ് നേരെ ജയിലിലേക്ക്. 18 മാസക്കാലം ആ മനുഷ്യൻ തീരുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ പൊന്നുപോലെ വളർത്തിയതാണ് സാർ, അവൾ എവിടെയെങ്കിലും നല്ലതായി ജീവിക്കട്ടെ എന്ന്. മനസ്സ് പിടഞ്ഞുപോയി കേട്ടോ ആ വാർത്ത വായിച്ചിട്ട്. നമ്മുടെയൊക്കെ മക്കളുടെ എങ്ങോട്ടാണ് പോണത്? പറഞ്ഞിട്ട് കാര്യമില്ല. നിയമവ്യവസ്ഥ മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോഴുള്ള 6 വയസ്സും 10 വയസ്സുമുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധി പണ്ടുള്ള 20 വയസ്സുകാർക്ക് അന്ന് എഴുതിയുണ്ടാക്കിയ നിയമങ്ങളാണ് ഇത് മാറണമെന്ന് പറയുന്നത്. ഇവർക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ കുട്ടികൾക്കുള്ളതല്ല, ശക്തമായി വലിയവർക്കുള്ളതോ അതിനപ്പുറമോ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലായിരിക്കാം, പക്ഷേ പ്രതികരിച്ചു പോയതാണ്. ഒമാല ഇബ്രയിൽ നിന്ന് കുയിൽ നിസാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.